ഓൺലൈൻ ഇടപാടിൻ്റെ കാലത്ത് എല്ലാം വിരൽത്തുമ്പിലുണ്ട്. ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളുമൊക്കെ പലരും ആപ്പുകൾ വഴിയാണ് ബുക്ക് ചെയ്യാറുള്ളത് അല്ലേ? ഓർഡർ ചെയ്താൽ നിമിഷങ്ങൾക്കുള്ളിൽ വീടിന് മുന്നിൽ സാധനം എത്തും. ഇത് ഫുഡിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ലഹരി എത്തിക്കാനും ഡോർ ഡെലിവറി സംവിധാനമാണ്. ഓർഡർ അനുസരിച്ച് ആവശ്യപ്പെട്ട സ്ഥലത്ത് എത്തിക്കുന്നതാണ് രീതി. കൊച്ചി കേന്ദ്രീകരിച്ചാണ് ലഹരി ഇടപാടുകൾ. എറണാകുളം സൗത്തിലെ ഹോട്ടൽ മുറി വാടകയ്ക്കെടുത്ത് MDMA ഡോർ ഡെലിവറി ശൃംഖല നടത്തിയിരുന്ന യുവതിയും സുഹൃത്തും എക്സൈസിന്റെ പിടിയിലായി. ആലപ്പുഴ സ്വദേശികളായ മുഹമ്മദ് ഷാഫി, സരിത എന്നിവരെയാണ് എക്സൈസ് അറസ്റ്റ് ചെയ്തത്. എറണാകുളം സൗത്തിലെ ക്യൂൻസൺ ഹോട്ടലിൽ മുറിയെടുത്തായിരുന്നു ഇരുവരുടെയും ലഹരി കച്ചവടം. ബംഗളൂരുവിൽ നിന്ന് വൻതോതിൽ MDMA വാങ്ങിയ ശേഷം ഉപഭോക്താക്കളുടെ ഓർഡർ അനുസരിച്ച് ആവശ്യപ്പെട്ട സ്ഥലത്ത് എത്തിച്ചു നൽകുന്ന ഡോർ ഡെലിവറി സംവിധാനത്തിലൂടെയാണ് ലഹരി വിൽപ്പന നടത്തിയിരുന്നതെന്ന് എക്സൈസ് അറിയിച്ചു. ഡ്രഗ് മാഫിയ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള ഐഡിയാസും ഡിസ്ട്രിബ്യൂഷനുമാണ് കൈകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടെത്തുക, അവർ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസവും അവർ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പുറകിൽ നമ്മൾ അപ്ഡേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമ്മളും അത്രയ്ക്ക് വളരെ വിജിലൻ്റായി വളരെ ആക്റ്റീവായിട്ട് പുറകിൽ അവരെ പോലെ തന്നെ ഫീൽഡിൽ ആക്റ്റീവായി നിന്നാൽ മാത്രമേ അത്തരം പുതിയ തന്ത്രങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ഡ്രോപ്പിംഗ് സിസ്റ്റം കഴിഞ്ഞ ആഴ്ചകളിൽ അത്തരം ആളുകളെ കണ്ടെത്താനും കേസെടുക്കാനും എക്സൈസ് വകുപ്പിന് കഴിഞ്ഞത്. അതുപോലെ തന്നെ ഈ പരിപാടികൾ, കാരണം ഈ ഇന്റലിജൻസ് സംവിധാനങ്ങളും അതുപോലെ തന്നെ ഈ ഫീൽഡിലുള്ള ഇടപെടലുകളും പരിശോധനകളും വരും ദിവസങ്ങളിലും കൂടുതൽ ശക്തമാക്കി ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ കൂടെ ചേരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ മാഫിയയുടെ പ്രവർത്തനങ്ങൾ ജില്ലയിൽ സമ്പൂർണ്ണമായി അമർച്ച ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾക്കുള്ള വിശ്വാസം. അടുത്തിടെ മുഹമ്മദ് ഷാഫി ബംഗളൂരുവിൽ നിന്ന് MDMA എത്തിച്ചെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം ഹോട്ടലിൽ പരിശോധന നടത്തി. പരിശോധനയ്ക്കിടെ 65.27 ഗ്രാം MDMA ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തു. അന്ന് ഹോട്ടൽ മുറിയിൽ മുഹമ്മദ് ഷാഫി മാത്രമാണ് ഉണ്ടായിരുന്നത്. സഹപ്രതിയായ സരിത ആലപ്പുഴയിൽ ലഭിച്ച ഓർഡർ പ്രകാരം ലഹരി കൈമാറാൻ പോയിരുന്നതായി അന്വേഷണത്തിൽ പിന്നീട് വ്യക്തമായി. രാത്രി തിരിച്ചെത്തിയ സരിതയെയും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ ആലപ്പുഴയിലെ വീട്ടിലും MDMA സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പ്രതികൾ വെളിപ്പെടുത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 28.76 ഗ്രാം MDMA കൂടി പിടിച്ചെടുത്തു. അന്വേഷണത്തിൽ 1 ഗ്രാം MDMA 4000 രൂപ നിരക്കിലാണ് പ്രതികൾ വിറ്റിരുന്നതെന്ന് കണ്ടെത്തി. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച പണവും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. കൂടുതൽ പേർക്ക് ഈ ശൃംഖലയുമായി ബന്ധമുണ്ടോ എന്നും പരിശോധിച്ചു വരികയാണ്. അതേസമയം ആക്രിക്കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയ പശ്ചിമ ബംഗാൾ സ്വദേശിയെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. വിൽപ്പനയ്ക്കായി ബസ്സിലെത്തിച്ച 20 കിലോ കഞ്ചാവുമായിട്ടാണ് മുർഷിദാബാദ് സ്വദേശി സിക്കന്ദർ മൊല്ല പിടിയിലായത്. News 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.